Good evening. Today we are going to study the topic mechanical properties of solids. Last class നമ്മൾ ഫ്ലൂയിഡ്സ് ആണ് പഠിച്ചത്. നമ്മൾ സോളിഡ്സ് ആണ് പഠിക്കാൻ പോകും. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ വേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇവിടെ പറയുന്നത്. അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം എന്താണെന്ന് വെച്ചാൽ ആ ടേമിൻ്റെ പേര് സ്ട്രെസ് എന്നാണ്. സ്ട്രെസ് ഒരു റബ്ബർ ബാൻഡിനെ വലിച്ചു നീട്ടിയിട്ട് കൈവിട്ടാൽ ആ റബ്ബർ ബാൻഡ് തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ബോഡിയുടെ ഡൈമെൻഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. സോ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഇറ്റ് ഈസ് റീസ്റ്റോറിങ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ. സോ സ്ട്രെസ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ എന്നാണ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. സോ ബോഡിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, സ്ട്രെസ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് നെയ്തർ സ്കെയിലാർ നോർ വെക്റ്റർ. സ്കെയിലാറുമല്ല വെക്റ്ററുമല്ല. സ്കെയിലാറും വെക്റ്ററും അല്ലാത്തൊരു ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ടെൻസർ. സോ ആദ്യമായിട്ട് നമ്മൾ സ്ട്രെസ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഈ ഏരിയ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളായിരിക്കും. നമ്മുടെ ഒരു പെൻസിലുണ്ട്, ആ പെൻസിലിനെ ഒരു കത്രികയ്ക്ക് ഇങ്ങനെ മുറിച്ചാൽ തിരിച്ചു പിടിച്ച് നോക്കുമ്പോൾ ഒരു സർക്കിളാണ് കാണുന്നത്. സോ റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, നമുക്കിവിടെ നോക്കാം. സ്ട്രെസ്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒരു സ്ട്രെസ്സിൻ്റെ പേര് നോർമൽ സ്ട്രെസ്, മറ്റൊന്നിൻ്റെ പേര് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയും, അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് വെച്ചാൽ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ടാൻജൻഷ്യലായിട്ടായിരിക്കും. ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സർഫസിന് നോർമലായിരിക്കും. നോർമൽ സ്ട്രെസ് is divided into tensile stress and volume stress. Tensile stress and volume stress. Okay, ടെൻസൈൽ സ്ട്രെസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ബോഡിയുടെ ലെങ്ത് ചേഞ്ചസ്. ഷേപ്പ് may or may not change. Shape may not change. Length കൂടിയാൽ it is longitudinal stress. Length കുറഞ്ഞാൽ it is compressional stress. Length കുറഞ്ഞാൽ it is compressive stress. അടുത്ത വോളിയം സ്ട്രെസ്. വോളിയം സ്ട്രെസ്സിൽ the shape remains constant. Okay, volume increases or decreases. Shear stress the shape changes. ഇതാണ് പ്രധാനമായിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം
സ്ട്രെയിൻ എന്നത്. ഇതാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷനാണ്. അതായത് ഞാനൊരു ബോഡിയെ വലിച്ചു, ഒരു ബോഡിയുടെ ലെങ്ത് L ആയിരുന്നു എന്ന് വിചാരിക്കുക. ബോഡിയുടെ ലെങ്ത് L. ഇവിടെ നോക്കാം, ഈ ബോഡിയുടെ ലെങ്ത് L ആണ്. ഞാൻ ഇതിനെ വലിച്ചു, ഇതിന്റെ ലെങ്ത് എന്തായി? L' ആയി. ഇനി ഞാൻ കൈവിട്ടു. കൈ വിടുമ്പോൾ ഇതിന്റെ ലെങ്ത് L1, ഇതിന്റെ ലെങ്ത് L2 ആയി. സോ വാട്ട് ഈസ് സ്ട്രെയിൻ? സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. L1 സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത്. എന്താണ് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത്? എന്താണ്? L2 മൈനസ് L ആണ്. ഇനിഷ്യൽ ലെങ്ത് L, വലിച്ചപ്പോൾ L1, കൈവിട്ടപ്പോൾ L2. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ബോഡിയിൽ ആക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്തിനെയാണ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ L1 മൈനസ് L അല്ല. L1 മൈനസ് L ചെയ്യുമ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് വന്നിട്ടില്ല. സ്ട്രെയിൻ ഈസ് L2 മൈനസ് L. സോ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ, ഇത് സ്ട്രെയിൻ അല്ല, ഇത് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സ്ട്രെയിൻ? L2 മൈനസ് L ബൈ L. ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷൻ ആഫ്റ്റർ ദി ഇൻവോൾവ്മെന്റ് ഓഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് സംഭവിച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതിന്റെ പേരാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പേരാണ് സ്ട്രെയിൻ. അപ്പൊ നമ്മൾ ബേസിക്കലി സ്ട്രെയിനിന്റെ കൺസെപ്റ്റ് പറഞ്ഞു. ഇത് മറക്കേണ്ട കാര്യം മറക്കരുത്. സ്ട്രെയിൻ മീൻസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് കഴിഞ്ഞിട്ടുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എടുക്കാവുള്ളൂ. ഓക്കെ, സോ ഇനി പറയുന്ന കാര്യം ടെൻസൈൽ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഏരിയൽ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ. പിന്നെന്താവും? വോളിയം സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇതൊക്കെയാണ് സ്ട്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ. സ്ട്രെയിനിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി നോക്കേണ്ട കാര്യം, സ്ട്രെയിൻ has no unit. Strain has no unit and dimensions. സ്ട്രെയിന് യൂണിറ്റും ഇല്ല, ഡൈമെൻഷൻസും ഇല്ല. മറക്കരുത്, സ്ട്രെയിൻ അപ്പോൾ എന്തില്ല? യൂണിറ്റ് ഇല്ല, ഡൈമെൻഷനും ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല, ഡൈമെൻഷൻ ഇല്ല. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. അടുത്ത കാര്യം പറയാൻ പോകുന്നത്, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്ന കൺസെപ്റ്റ് ഇവിടെ നോക്കുക. ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഇവിടെ നോക്കാം. നമുക്കൊരു ക്യൂബിക്കൽ ബ്ലോക്ക്, അതിൻ്റെ ലോവർ സർഫസ് ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ, ഒരു ബ്ലോക്കിൻ്റെ ലോവർ ഫേസ് ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് അപ്പർ ഫേസിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പർ ഫേസിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ബ്ലോക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനങ്ങത്തില്ല. അപ്പോൾ എഫ് അപ്ലൈ ചെയ്താൽ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു റിയാക്ഷൻ വരും, R. സോ there are two forces. One is F and R. So F and R are tangential forces acting in the opposite phases. So tangential ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഫേസിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോക്കിൻ്റെ ഷേപ്പ് അങ്ങ് മാറും. ഇങ്ങനെ ഇരുന്ന ബ്ലോക്ക് ഇപ്പം ഇങ്ങനെ അങ്ങ് ചരിയും, അതായത് തെന്നി മാറും. ആ ചരിഞ്ഞ ആംഗിളാണ് എന്ത്? ഫൈ. ചരിഞ്ഞ ആംഗിളാണ് ഫൈ. എത്ര ഡിസ്പ്ലേസ് ചെയ്തു? ഡെൽറ്റ എൽ. ഒറിജിനൽ ലെങ്ത് എൽ. സോ വാട്ട് ഈസ് ടാൻ ഫൈ? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഫൈ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ഫൈ ക്യാൻ ബി റിട്ടൺ ആസ് ഫൈ. സോ ഫൈ ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ എൽ ബൈ എൽ. ദിസ് ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെയിൻ. ഇതിൻ്റെ പേരാണ് ഷിയർ സ്ട്രെയിൻ. Now what is shear stress? Shear stress വേറൊന്നുമില്ല. Shear stress is ഒന്നില്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ഓർ റിയാക്ഷൻ ബൈ ഏരിയ. ഏരിയ എടുക്കുമ്പോൾ ഇവിടെ ഏരിയ ഓഫ് ദ ഫേസ് ആണ് എടുക്കേണ്ടത്. ലോവർ ഫേസ് ഓഫ് ദ ബ്ലോക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ ഫേസ് ആണ് അല്ലേ. സോ ഒരു ക്യൂബിൻ്റെ ഫേസിൻ്റെ ഏരിയ എന്താണ്? L².
അപ്പോൾ അതാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ്, ഷിയർ സ്ട്രെയിനിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹൂക്സ് ലോയാണ്. എന്താണ് ഹൂക്സ് ലോ? ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ടേം വരും. ആ ടേമിൻ്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സ് ഞാനൊരു ബോഡിയിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ റിലീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ മാക്സിമം സ്ട്രെസ് അറ്റ് വിച്ച് ബോഡി ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിറ്റി. അതായത് അത്രയും സ്ട്രെസ് കൊടുത്തിട്ട് കൈവിട്ടാൽ വീണ്ടും പഴയ സ്ഥലത്തേക്ക് വരും എന്നുള്ള സിറ്റുവേഷൻ. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്ട്രെസ് കൊടുത്താൽ, കൈവിട്ടാൽ ബോഡി ഒറിജിനൽ സ്ഥലത്തേക്ക് തിരിച്ചു വരില്ല, പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ബോഡി പ്ലാസ്റ്റിക് നേച്ചറാണ്. ഇലാസ്റ്റിക് മീൻസ് ഒറിജിനൽ ലെങ്ത് തന്നെ കീപ്പ് ചെയ്യുന്ന ബോഡിയാണ് ഇലാസ്റ്റിക്. എന്നാൽ ഒറിജിനൽ ലെങ്തിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടാണ് ലെങ്ത് ഇപ്പോൾ കാണിക്കുന്നതെങ്കിൽ ബോഡി ഇലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, ബോഡി പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റും. സോ ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് such that body shows the property of elasticity. സോ അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഹൂക്സ് ലോ ഈസ് within elastic limit, stress is proportional to strain. Within elastic limit, stress in the symbol is sigma, strain the symbol E. So sigma proportional to strain, or sigma by strain is a constant that is known as modulus of elasticity. That is known as modulus of elasticity. Symbol is E. So the unit of modulus of elasticity is actually the unit of stress itself. Stress by strain ആണ് modulus of elasticity. Strain യൂണിറ്റ് ഇല്ല. അപ്പോൾ modulus of elasticity യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ്. So within the elastic limit, stress proportional to strain. Okay, stress proportional to strain. Clear ആണല്ലോ. So stress proportional to strain. So it will be a straight line. Angle is theta. So tan theta is actually what? Slope. Slope is equal to delta y by delta x. That is sigma by E, which is a constant modulus of elasticity. എന്താണ് modulus of elasticity? So modulus of elasticity is constant for a material. Modulus of elasticity ഒരു മെറ്റീരിയലിന് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ സ്റ്റീൽ എടുത്താൽ, ഒരു ചെറിയ സ്റ്റീലിൻ്റെ പിന്നെടുത്താലും, സ്റ്റീലിൻ്റെ ഒരു റിങ് എടുത്താലും, പിന്നെ ഒരു റെയിൽവേ ലൈൻ സ്റ്റീലിൻ്റെ എടുത്താലും, എല്ലാത്തിൻ്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി സെയിം ആയിരിക്കും. ബിക്കോസ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണത്. മെറ്റീരിയൽ മാറിയാൽ മാത്രമേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി മാറുകയുള്ളൂ. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വിൽ നെവർ ഡിപ്പെൻഡ് അപ്പോൺ ഡൈമെൻഷൻസ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വിൽ നെവർ ഡിപ്പെൻഡ് അപ്പോൺ ഡൈമെൻഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. എത്ര വലിച്ചാലും കൈവിട്ടാൽ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്ന മെറ്റീരിയൽ കോട്സ് ആണ്. കോട്സ് അല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയും. കോട്സ് അല്ലെങ്കിൽ ഫോസ്ഫർ ബ്രോൺസ്. പിന്നുള്ളത് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിയാണ്. എന്താണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിക്ക് എക്സാമ്പിൾ പുട്ടി, ക്ലേ, പാരഫിൻ വാക്സ്. പുട്ടി, ക്ലേ, പാരഫിൻ വാക്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. 3 തരത്തിലുള്ള മോഡുലസ്. ഒന്നാമത്തേത് എന്താണ്? യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഓൺലി ഫോർ സോൾട്സ്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഓൺലി ഫോർ സോൾട്സ്. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം. പിന്നുള്ളത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിക്രീസസ് വിത്ത് Young's modulus of elasticity with decreases with increase in temperature. Temperature കൂട്ടുമ്പോൾ Young's modulus കുറയും. But there is an exception. There is an exception. Okay, ഒരു എക്സെപ്ഷൻ അതിനുണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇൻവാർ എന്ന അലോയിയാണ്. ഓക്കെ,
ഇൻവാർ എന്ന അലോയ് ആണ് ഇൻ എക്സെപ്ഷൻ. അവിടെ യങ്സ് മോഡുലസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. യങ്സ് മോഡുലസ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. ഇനി യങ്സ് മോഡുലസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. യങ്സ് മോഡുലസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. യങ്സ് മോഡുലസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ. ഇനി അടുത്തത് യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ്. യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ് lower than that of metals. Young's modulus of alloys is lower than that of metals. Young's modulus of alloys is generally lower than that of metals. മെറ്റൽസിനേക്കാളും അലോയ്സിൻ്റെ യങ്സ് മോഡുലസ് കുറവാണ്. യങ്സ് മോഡുലസ് ഓഫ് അലോയ്സ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് മെറ്റൽസ്. അത് മറന്നു പോകണ്ട. ഓക്കെ. അപ്പോൾ നമ്മൾ അത്രയും നേരം യങ്സ് മോഡുലസിനെ പറ്റി പറഞ്ഞു. യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ടെൻസൈൽ സ്ട്രെസ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ. ടെൻസൈൽ സ്ട്രെസ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഫ് ടെൻസൈൽ സ്ട്രെയിൻ 1 ആണെങ്കിൽ യങ്സ് മോഡുലസ് ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെയിൻ 1 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യങ്സ് മോഡുലസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻസൈൽ സ്ട്രെസ് ടു ഡെവലപ്പ് യൂണിറ്റ് സ്ട്രെയിൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടെൻസൈൽ സ്ട്രെസ് ടു ഡെവലപ്പ് യൂണിറ്റ് സ്ട്രെയിൻ. അല്ലേ? യൂണിറ്റ് സ്ട്രെയിൻ്റെ അർത്ഥം ഡെൽറ്റ എൽ ബൈ എൽ 1 ആണെന്നാണ്. ഡെൽറ്റ എൽ ബൈ എൽ 1 ആണെങ്കിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആണെന്നാണ് അർത്ഥം. ഡെൽറ്റ എൽ എന്താണ്? L2 മൈനസ് എൽ. അല്ലേ? ഡെൽറ്റ എൽ എന്താണ്? L2 മൈനസ് എൽ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ. അപ്പോൾ L2 ഇസ് ഈക്വൽ ടു എന്താണ്? 2L ആണ്. അതിനർത്ഥം ഒരു വയറിൻ്റെ ലെങ്ത് ഡബിൾ ചെയ്യുമ്പോൾ സ്ട്രെയിൻ യൂണിറ്റ് ആവും. അപ്പോൾ ആ വയറിൻ്റെ ലെങ്ത് ഡബിൾ ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ പേരാണ് യങ്സ് മോഡുലസ്. So Young's modulus is a tensile stress required to produce unit strain or required to double the length of the body. So that is known as tensile strain. It's known as Young's modulus. Young's modulus ന്റെ properties ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത Young's modulus എന്ന് പറഞ്ഞാൽ tensile stress. What is tensile stress? Force by area. What is tensile strain? Delta L by L, or Y is equal to FL by A into delta L, or delta L is equal to നമുക്ക് എങ്ങനെ എഴുതാം? delta L is equal to എന്ത് കൊടുക്കാം? delta L is equal to FL by AY. delta L is equal to എന്ത് കൊടുക്കാം? FL by AY. So this is actually what Young's modulus. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടേം ഇവിടെ നോക്കാം. പോയിസൺസ് റേഷ്യോ സിമ്പല് മ്യൂ ആണ്. പോയിസൺസ് റേഷ്യോ ഈസ് എന്താ നമുക്ക് നോക്കാം. പോയിസൺസ് റേഷ്യോ ഈസ് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പോയിസൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി. ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡയമട്രിക്കൽ സ്ട്രെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ഡയമട്രിക്കൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഒരു ബോഡിയെ വലിക്കുമ്പോൾ അതിൻ്റെ ലെങ്തിനനുസരിച്ച് അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യും. ഏരിയ ചേഞ്ച് ചെയ്താൽ ഡയമീറ്റർ ചേഞ്ച് ചെയ്യും. സോ പോയിസൺസ് റേഷ്യോ ഇസ് റേഷ്യോ ഓഫ് ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഒരു മൈനസ് ഇവിടെ കൊടുക്കുക. മൈനസ് കൊടുക്കാൻ വേറെ കാര്യമൊന്നുമല്ല. നമ്മളൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഒരു വയറിനെ പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ കുറയും. അങ്ങനെയാണല്ലോ അവസാനം വയർ പൊട്ടിപ്പോകുന്നത്. അപ്പം ലെങ്ത് കൂടുമ്പോൾ ഏരിയ കുറയും. അപ്പോൾ ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. സോ വാട്ട് ഈസ് പോയിസൺസ് റേഷ്യോ? പോയിസൺസ് റേഷ്യോ ഇസ് ഡെൽറ്റ ഡി ബൈ ഡി divided by delta L by L. That is known as Poisson's ratio. It does not have any dimension. So it is the diametrical strain divided by linear strain എന്ന് പറയും. Diametrical strain divided by linear. നമുക്കതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് നോക്കുക? പോയിസൺസ് റേഷ്യോയുടെ വാല്യൂസ് വരുന്നത്. ഓക്കെ, പോയിസൺസ് റേഷ്യോയുടെ വാല്യൂസ് വരുന്നത് നമുക്ക് നോക്കാം. പോയിസൺസ് റേഷ്യോ 0 ആണെന്ന് വിചാരിക്കുക. പോയിസൺസ് റേഷ്യോ 0 ആണെങ്കിൽ
ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 0 അല്ലേ? ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? 0 എന്നാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. എന്ന് വെച്ചാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഓർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഏരിയ, വിച്ച് മീൻസ് ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോയ്സൺസ് റേഷ്യോ? 0. ഇനി അടുത്തത് ഞാനിവിടെ മൈനസ് കൊടുക്കുന്നില്ല, മൈനസ് ഉള്ളി റെപ്രസെന്റ് സൈൻ. പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ഡെൽറ്റ ഡി ബൈ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ അതിനർത്ഥം ഡെൽറ്റ 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ എൽ ബൈ എൽ എന്നർത്ഥം. 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് അർത്ഥം. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഇവിടെ നോക്കാം. 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എഴുതുകയാണ്. ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമ്മളൊരു സാധാരണ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലേ? വാട്ട് ഈസ് ഡെൽറ്റ എ ബൈ എ? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽറ്റ ആർ ബൈ ആർ? ഡെൽറ്റ ഡി ബൈ ഡി. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ? ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണെങ്കിൽ എറർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതിന് ലോഗ് അപ്ലൈ ചെയ്ത്, ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മിൻസി ഇവിടെ നോക്കിക്കോണം, ചിലപ്പോൾ മിൻസിക്ക് ഇത് അറിയാതിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ലോഗ് അപ്ലൈ ചെയ്താൽ ലോഗ് എ ഈക്വൽ ടു എന്താണ് മോളെ? ലോഗ് പൈ അല്ലേ? ലോഗ് പൈ പ്ലസ് 2 ലോഗ് ആർ ആണ്. 2 ലോഗ് ആർ. ഇനി നമ്മളിതിനെ എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/a ഇൻറ്റു ഡി എ. ലോഗ് പൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല, 0 ആണ്, കോൺസ്റ്റന്റ് ആണ്. പ്ലസ് എന്താണ്? 2 ഇൻറ്റു 1/r ഇൻറ്റു ഡി ആർ. സോ ദിസ് ബിക്കംസ് ഡി എ ബൈ എ. ഓക്കെ, ഡി എ ബൈ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി ആർ ബൈ ആർ. 2 into dr by r. What is dA by a? Delta a by a. So delta a by a is equal to 2 into delta r by r എന്ന് വന്നു. ഈ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റേഡിയസ് ആണ്. അത് തന്നെയാണ് മോളെ ഡയമീറ്ററിലെ വ്യത്യാസം കേട്ടോ. ഡയമീറ്ററിൽ എന്ത് ചേഞ്ച് ഉണ്ടായോ അത് തന്നെ റേഡിയസിലും ചേഞ്ച് വരും. സോ വാട്ട് ഈസ് ഡെൽറ്റ എ ബൈ എ? 2 into ഡെൽറ്റ ഡി ബൈ ഡി. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ എ ബൈ എ ഇസ് ഈക്വൽ ടു എന്താ? ഡെൽറ്റ എൽ ബൈ എൽ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്. അതായത് ഏരിയയിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടായോ അതേ ചേഞ്ച് ചെയ്താൽ ലെങ്തിൽ ചേഞ്ച് ഉണ്ടായെന്ന് വെച്ചാൽ അതിനകത്ത് വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയയിൽ എന്ത് ചേഞ്ച് ഉണ്ടായോ അത് തന്നെ ലെങ്തിലും ചേഞ്ച് ഉണ്ടായാൽ അതിനർത്ഥം എന്താ? വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ അതിനർത്ഥം വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 1/2. ഏരിയ കോൺസ്റ്റന്റ് ആണെങ്കിൽ പോയ്സൺസ് റേഷ്യോയുടെ വാല്യൂ എത്രയായിരുന്നു? 0. സോ ഇതാണ് പോയ്സൺസ് റേഷ്യോയെ പറ്റി നമുക്കിവിടെ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പോയ്സൺസ് റേഷ്യോ വരെ നമ്മൾ പറഞ്ഞു. ടെൻസൈൽ യങ്സ് മോഡുലസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബൾക്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ബൾക്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി is for solids, liquids and gases. Solids, liquids and gases. Symbol B ആണ്. Bulk's modulus is equal to volume stress by volume strain. Volume stress by volume strain. Okay. Volume stress can be also written as normal stress. Volume strain can be written as delta V by V. Normal stress is actually normal force by area. Normal force by area divided by delta V by V. Normal force is thrust by area, that is pressure. So this can be written as pressure by delta V by V. So Bulk's modulus can be either written as dP by dV by V. ചെറിയ ഒരു പ്രഷർ dP, ചെറിയ ഒരു വോളിമെട്രിക് സ്ട്രെയിൻ dV by V. സിമ്പിൾ നെഗറ്റീവ് കൊടുക്കണം. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. വി അസ്യൂം ദാറ്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്.
Temperature constant ആണെങ്കിൽ Boyle's law ആണ് PV is a constant. So we assume that if temperature is constant, as pressure increases, volume decreases. So Bulk's modulus equation ആണ് dP divided by minus dV by V. അപ്പോൾ നമുക്ക് Bulk's modulus നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. If mass is a constant, mass is equal to volume into density, which means delta m by m is equal to delta b by v plus delta rho by rho. Error apply ചെയ്തിരിക്കുകയാണ്. delta m by m is equal to delta v by v plus delta rho by rho. So mass constant ആണെങ്കിൽ ഈ ടേം എന്തായി പോകും? 0 ആണ്. കാരണം മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ എം എന്താണ്? 0 ആണ്. ഡെൽറ്റ വി ബൈ വി പ്ലസ് ഡെൽറ്റ റോ ബൈ റോ ഓർ മൈനസ് ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ റോ ബൈ റോ. So Bulk's modulus can be written as dP divided by d rho by rho. d rho by rho. So dP divided by d rho by rho. അങ്ങനെയും നമുക്കിതിനെ എഴുതാം. മനസ്സിലായല്ലോ? സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ Bulk's modulus ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ ഡെൽറ്റ റോ ബൈ റോ ഓർ ഡെൽറ്റ റോ ബൈ റോ ഇസ് ഈക്വൽ ടു P ബൈ Bulk's modulus എന്ന് എഴുതാം. ഡി റോ ബൈ റോയിന് ഡെൽറ്റ റോ ബൈ റോ എന്ന് എഴുതുമ്പോൾ ഡി പിനെ പി എന്ന് മാറ്റി എഴുതാം. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. ഇനി നമ്മൾ വേറൊരു കാര്യം പറയുകയാണ്. ബൾക്സ് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേര് കംപ്രസബിലിറ്റി എന്നാണ്. ബൾക്സ് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേര് കംപ്രസബിലിറ്റി. കംപ്രസബിലിറ്റി ഓഫ് ഗ്യാസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ സോൾട്സ്. സോ ബൾക്സ് മോഡുലസ് ഓഫ് ഗ്യാസ് ലെസ് ദാൻ ലിക്വിഡ് ലെസ് ദാൻ സോളിഡ് ആണ്. കാര്യം ബൾക്സ് മോഡുലസിന്റെ റെസിപ്രോക്കലാണ് കംപ്രസബിലിറ്റി. ഏറ്റവും കൂടുതൽ കംപ്രസ് ആവുന്ന ആരാണ്? ഗ്യാസ് ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബൾക്സ് മോഡുലസ് ആർക്കായിരിക്കും? ഗ്യാസിനായിരിക്കും. സോ അങ്ങനെ നമ്മൾ ബൾക്സ് മോഡുലസിൻ്റെ കൺസെപ്റ്റ് നമ്മളിവിടെ പറഞ്ഞു. നെക്സ്റ്റ് നമുക്കിനി അടുത്തത് ലാസ്റ്റ് മോഡുലസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദറ്റ് ഈസ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയും. നമുക്കിവിടെ നോക്കാം. ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഷിയർ മോഡുലസിനെ ജി എന്നോ എഫിഷ്യൻസിയുടെ ഈറ്റ എന്നുള്ള സിമ്പൽ ഉപയോഗിക്കാം. നത്തിങ്, ഇറ്റ് ഈസ് ഷിയർ ഫോഴ്സ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ ഫോഴ്സ് ബൈ ഷിയർ സ്ട്രെയിൻ. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ദ സർഫസ്. വാട്ട് ഈസ് ഷിയർ സ്ട്രെയിൻ? ഡെൽറ്റ എൽ ബൈ എൽ. സോ ദിസ് ഈസ് ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. This is only for solids. So shear modulus അല്ലെങ്കിൽ modulus of rigidity, it is only for solids. Clear ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? സോ നമ്മൾ ബേസിക്കലി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇൻ കേസ് ഓഫ് മെറ്റൽസ് ഓക്കെ, Young's modulus is equal to, in case of metal, Young's modulus is 3 times modulus of rigidity. 3 times modulus of rigidity. Okay, അപ്പോൾ നമ്മൾ ഷിയർ മോഡുലസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി വരുന്ന കാര്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രമാണ്. ഇവിടെ ശ്രദ്ധിച്ചോളുക. ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. സോ ഇങ്ങനെ ഒരു ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പോയിന്റ് ഒ, പോയിന്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി, പോയിന്റ് ഇ. നോക്കാം. ഒ എ എന്ന് പറയുന്ന പോർഷൻ്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. ഒ എ എന്ന് പറയുന്ന പോർഷൻ്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഒ ബി എന്ന് പറയുന്ന പോർഷൻ്റെ പേര് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. സോ ഒ എ
നമുക്ക് നോക്കാം. OA എന്ന് പറഞ്ഞാൽ എന്താണ്? OA ഈസ് ആക്ച്വലി പ്രപ്പോർഷണൽ ലിമിറ്റ് ആൻഡ് OB ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. സോ OB വരെ ബോഡി ഇലാസ്റ്റിക് നേച്ചറാണ്. അത് കഴിയുമ്പോൾ ബോഡിയുടെ ഇലാസ്റ്റിക് നേച്ചർ കുറയും. അങ്ങനെ C എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ഞാൻ ബോഡിയെ കൈവിട്ടു, ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സ്ട്രെസ്സും സ്ട്രെയിനും. B കഴിഞ്ഞ് വീണ്ടും ഞാൻ ഫോഴ്സ് കൊടുത്ത് C വരെ എത്തിച്ചു. സിയിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തു. സിയിൽ നിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, സിയിൽ നിന്ന് ഞാൻ സ്ട്രെസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ ഒരു പാത്ത് വന്ന് ഇവിടെ വരെ വന്ന് നിന്നു. ദിസ് ഈസ് O ഡാഷ്. സോ ഇത്രയും പോർഷൻ, അതായത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ സ്ട്രെസ് ഡ്രോപ്പ് ചെയ്തു. O ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ സ്ട്രെസ് 0 ആണ്, പക്ഷെ സ്ട്രെയിൻ ഉണ്ട് അല്ലേ? ഈ പോയിന്റിൽ സ്ട്രെസ് 0 ആണ്, പക്ഷെ സ്ട്രെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ ബോഡി പെർമനൻ്റ്ലി ഡീഫോംഡ് ആയി കഴിഞ്ഞു. സ്ട്രെസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും വലിച്ച് ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ നിന്ന് കൈവിട്ടു. അപ്പോൾ വീണ്ടും ബോഡി പഴയ സ്ഥലത്തേക്കാണോ വന്നത്? അല്ല, അതിനേക്കാൾ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ആ എക്സ്ട്രാ ലെങ്ത് ആണ് O ഡാഷ്. ദിസ് ഈസ് ആക്ച്വലി പെർമനന്റ് സെറ്റ് എന്നതിന് വിളിക്കും. പെർമനന്റ് സെറ്റ്, അതായത് ബോഡി ഓൾറെഡി ഒരു ഡിഫോർമേഷൻ സ്റ്റേജിലേക്ക് എത്തി. സോ B വരെ ബോഡിക്ക് ഇലാസ്റ്റിക് നേച്ചറാണ്. B കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ അല്ല, പ്രപ്പോർഷണാലിറ്റി നഷ്ടപ്പെടും. ഹയർ വാല്യൂസ് ഓഫ് സ്ട്രെയിൻ ഫോർ ലോവർ വാല്യൂസ് ഓഫ് സ്ട്രെസ് ആയിരിക്കും. കുറച്ച് സ്ട്രെസ് കൊടുക്കുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ കിട്ടും ബിയിൽ നിന്ന്. അങ്ങനെ C എത്തിയപ്പോൾ ഡ്രോപ്പ് ചെയ്തു, ഫോഴ്സ് വിഡ്രോ ചെയ്തപ്പോൾ ബോഡി പഴയ സ്ഥലത്തേക്ക് വന്നില്ല, കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് നിന്നു. സോ ദിസ് ഈസ് ആക്ച്വലി എ സ്റ്റേജ് ഓഫ് ഡിഫോർമേഷൻ. ഇനി C കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ D കഴിഞ്ഞ് E എത്തി. സോ D എന്ന് പറയുന്ന പോയിന്റ് വരെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ D ഈസ് എ പോയിന്റ് ഓഫ്, ഓക്കെ. സോ D ഈസ് എ പോയിന്റ് ഓഫ് ultimate tensile stress. ഈ ഒരു പോയിന്റ് വരെ ബോഡി നോർമലായിട്ട് വർക്ക് ചെയ്യും. വലിച്ചിട്ട് കൈവിട്ട് D എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് വലിക്കാം. ആ പോയിന്റ് വരെ അത് കഴിഞ്ഞിട്ടും വലിക്കാം, പക്ഷെ ആ പോയിന്റ് വരെയാണ് ബോഡി നോർമലി പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിൽ നിൽക്കുന്നത്. ഓക്കെ. ഇനി പോയിന്റ് ഇന്റെ പേരെന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിന്റ് എന്നാണ്. അവിടെ വെച്ച് വലിക്കും ഇത് പൊട്ടിപ്പോവും. ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നോക്കാം B to E. ഓക്കെ. B to E is known as plastic stage. ബിയിൽ നിന്ന് E വരെയുള്ള പോർഷൻ BE is known as plastic stage എന്ന് പറയും. പ്ലാസ്റ്റിക് സ്റ്റേജിന്റെ വലിപ്പം കൂട്ടിയാൽ ബോഡിയെ വലിച്ചു നീട്ടാമെന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് the body is ductile in nature. പ്ലാസ്റ്റിക് സ്റ്റേജിന്റെ വലിപ്പം കുറവാണെങ്കിൽ ബോഡിയെ വലിച്ചു നീട്ടാൻ പറ്റില്ല. ബോഡി ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. എന്താണ്? ബോഡി ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് സംഭവം. സോ പ്ലാസ്റ്റിക്കിന്റെ വലിപ്പം കൂടിയാൽ ബോഡി ഈസ് എന്താണ്? ഡക്ടൈൽ. പ്ലാസ്റ്റിക്കിന്റെ വലിപ്പം കുറഞ്ഞാൽ ബോഡി ഈസ് ബ്രിട്ടിൽ ഇൻ നേച്ചർ. ഇനി അടുത്ത കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ്? ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ബ്രേക്കിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ബ്രേക്കിംഗ് സ്ട്രെസ് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. that will never depend upon dimensions. So breaking stress is a constant. Which means it will never change with dimensions. It only depends upon material. So breaking stress is a constant. എന്ന് വെച്ചാൽ breaking force proportional to area. അപ്പോൾ ഏരിയ കൂടുന്തോറും പൊട്ടിക്കാനുള്ള സ്ട്രെങ്തും കൂടിക്കൊണ്ടിരിക്കും. So because breaking stress is a constant, that is breaking force by area. So breaking force proportional to area. Clear ആണല്ലോ? സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇവിടെ നോക്കുക. ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡിയെ വലിച്ചു നീട്ടി കൈ വിട്ട ഉടനെ തന്നെ ബോഡി തിരിച്ചു വരില്ല.
കുറച്ച് സമയമെടുത്ത് തിരിച്ചു വരുള്ളൂ. ആ ഫിനോമിനയുടെ പേരാണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ദ ടൈം ലാഗ് ഫോർ എ ബോഡി ടു റിട്ടേൺ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ, അതിന്റെ പേരാണ് ഇലാസ്റ്റിക് ആഫ്റ്റർ എഫക്റ്റ്. ഓക്കെ, അടുത്ത ടേം പറയാൻ പോകുന്നത് ഇലാസ്റ്റിക് ഫെറ്റീഗ് ആണ്. ഇലാസ്റ്റിക് ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പ്രിങ് നിങ്ങൾ എടുക്കുക, സ്പ്രിങ്ങിൽ വെയിറ്റ് കൊടുക്കുക, വെയിറ്റ് റിമൂവ് ചെയ്യുക, വെയിറ്റ് കൊടുക്കുക, വെയിറ്റ് റിമൂവ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് കൊടുക്കുകയും റിമൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് നോക്കുമ്പോൾ സ്പ്രിങ് വലിഞ്ഞു നിൽക്കും. അപ്പം സ്പ്രിങ് പിന്നെ എലോങ്ങേറ്റഡ് ആവില്ല. അപ്പോൾ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടെമ്പററിലി ഡ്യൂ ടു ഓൾട്ടർനേറ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ദ ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടെമ്പററിലി ഡ്യൂ ടു ദ ഓൾട്ടർനേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഫെറ്റീഗ്. എന്താണ് ഇലാസ്റ്റിക് ഫെറ്റീഗ്? അടുത്ത ടേം നോക്കുക. അടുത്ത ടേം ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ് ആണ്. ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ് ഇവിടെ നോക്കുക. ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ് സ്ട്രെസ് സ്ട്രെയിൻ. ലോഡ് ചെയ്യുമ്പോൾ ഉള്ള കർവ് ഇങ്ങനെ, അൺലോഡ് ചെയ്യുമ്പോൾ പഴയ പാത്ത് വഴി വരാതെ വേറൊരു പാത്ത് വഴി വരുന്ന ഫിനോമിനയുടെ പേരാണ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ്. അപ്പൊ ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റ് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? 0 ആണ്. ഇവിടെ സ്ട്രെസ്സും സ്ട്രെയിനും മാക്സിമം ആണ്. ഇവിടെ സ്ട്രെസ് 0യിലേക്ക് വന്നിട്ടും സ്ട്രെയിൻ 0യിലേക്ക് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് സ്ട്രെയിൻ ഇപ്പോഴും പുറകിലാണ്. സോ ലാഗിങ് ഓഫ് സ്ട്രെയിൻ ബിഹൈൻഡ് ദ സ്ട്രെസ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ്. ലാഗിങ് ഓഫ് സ്ട്രെയിൻ behind the stress is known as elastic hysteresis. So area under elastic hysteresis curve, area under elastic hysteresis curve gives loss of energy. Area gives what? Loss of energy. അത് പറഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. ലോസ് ഓഫ് എനർജി. അപ്പോൾ ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന ലാസ്റ്റ് കൺസെപ്റ്റ് ഇലാസ്റ്റോമേഴ്സ് ആണ്. എന്താണ് ഇലാസ്റ്റോമേഴ്സ്? ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ്, പിന്നെ ഹാർട്ടിലെ അയോർട്ട വലിച്ചു നീട്ടിയാൽ വലിച്ചു നീണ്ടുകൊണ്ടേയിരിക്കും. ഒരിക്കലും പ്ലാസ്റ്റിക് നേച്ചർ ഇല്ലാത്ത ബോഡി. സോ ഒരു ഡിഫൈൻഡ് പ്ലാസ്റ്റിക് സ്റ്റേജ് ഇല്ലാത്ത ബോഡിയുടെ പേരാണ് ഇലാസ്റ്റോമേഴ്സ്. ഡിഫൈൻഡ് പ്ലാസ്റ്റിക് സ്റ്റേജ് ഇല്ലാത്ത ബോഡിയുടെ പേരാണ് ഇലാസ്റ്റോമേഴ്സ്. സോ ഇലാസ്റ്റോമേഴ്സിന്റെ ഇലാസ്റ്റിക് ലിമിറ്റും ബ്രേക്കിംഗ് പോയിന്റും ഒരു സ്ഥലത്തായിരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റിനും ബ്രേക്കിംഗ് പോയിന്റിനും ഇടയിലുള്ള ഗ്യാപ്പാണ് പ്ലാസ്റ്റിക് സ്റ്റേജ്. അപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേജ് ഇല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റും ബ്രേക്കിംഗ് പോയിന്റും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും. സോ ദാറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ആർ നോൺ ആസ് ഇലാസ്റ്റോമേഴ്സ്. Example aorta. That is, stress is not proportional to strain. Stress is proportional to strain square. Stress is proportional to strain square. This is the graph of elastomers. This is the graph of elastomers. അപ്പോൾ ഇലാസ്റ്റോമേഴ്സിന്റെ കൺസെപ്റ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇലാസ്റ്റോമേഴ്സ് നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തുള്ള ചില ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ചില ആപ്ലിക്കേഷൻസിനകത്ത് ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ബെൻഡിങ് ഓഫ് ബീം. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഇൻ ബീം ഈസ് ഗിവൺ ആസ് WL3/4BD3y. ഈ ഇക്വേഷന്റെ ഒരു ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഇത് എന്താണെന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കുക, ഇങ്ങനെ ഒരു പാലം. ഓക്കെ, ഈ പാലത്തിൽ 2 സപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ 2 സപ്പോർട്ട്. ഓക്കെ ആണല്ലോ. ഈ പാലത്തിൻ്റെ വെയിറ്റ് W, പിന്നെ ഈ പാലത്തിൽ വേറെ കുറേ വെയിറ്റുകളും ഒക്കെ ഉണ്ട്. റോഡിൽ കൂടെ പോകുന്ന വണ്ടികളെല്ലാം ഉണ്ട്. ഇതെല്ലാം കാരണം പാലം ഒന്ന് തൂങ്ങും. ഈ തൂങ്ങുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ. സോ ഡിഫ്ലക്ഷൻ്റെ ഫോർമുല W വെയിറ്റ്, L എന്ന് പറയുന്ന പാലത്തിൻ്റെ ലെങ്ത്, ഓക്കെ, B പാലത്തിൻ്റെ ബ്രെഡ്ത്ത്, D എന്ന് പറയുന്ന പാലത്തിൻ്റെ തിക്നെസ്, Y യങ്സ് മോഡുലസ്. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു 1/breadth എന്ന് എഴുതാം. ഡിഫ്ലക്ഷൻ പ്രപ്പോർഷണൽ ടു 1/d³ എന്ന് എഴുതാം. നമുക്ക് ഡിഫ്ലക്ഷൻ കുറയ്ക്കുകയാണ് വേണ്ടത്, അല്ലേ? ഡിഫ്ലക്ഷൻ കുറയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. ഡിഫ്ലക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ബ്രെഡ്ത്ത് കൂട്ടാം. എന്ത് കൂട്ടാം? ഡിഫ്ലക്ഷൻ കുറയ്ക്കണം. അപ്പോൾ എന്ത് കൂട്ടാം? ബ്രെഡ്ത്ത് കൂട്ടാം, അല്ലെങ്കിൽ ഡെപ്ത് കൂട്ടാം. ഏറ്റവും ബെറ്റർ മെത്തേഡ് ഡെപ്ത് കൂട്ടുന്നതാണ്. കാര്യം ഡെപ്ത് 2 പ്രാവശ്യം കൂട്ടിയാൽ ഡിഫ്ലക്ഷൻ 8 പ്രാവശ്യം കുറയും. ബ്രെഡ്ത്ത് 2 പ്രാവശ്യം കൂട്ടിയാൽ ഡിഫ്ലക്ഷൻ 2 പ്രാവശ്യമല്ലേ കുറയുള്ളൂ.
ക്യൂബിന്റെ ടേം ഡെപ്തിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ സാധനം കുറയ്ക്കണമെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു ഇൻക്രീസ് ദ ഡെപ്ത്. ബെസ്റ്റ് മെത്തേഡ് ഈസ് ടു ഇൻക്രീസ് ദ ഡെപ്ത്. അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വന്നാൽ ദിസ് ഈസ് ബ്രെഡ്ത്ത് ആൻഡ് ദിസ് ഈസ് ഡെപ്ത്. ഈ ഒരു ഷേപ്പിന്റെ പ്രശ്നം ഡെപ്ത് ഈസ് വെരി വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ബ്രെഡ്ത്ത് ആണ്. ഡെപ്ത് ഈസ് വെരി വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ബ്രെഡ്ത്ത്. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ദ ബ്രിഡ്ജ് വിൽ ഡിഫ്ലക്ട്. ഇതിനകത്തേക്ക് ഒരു ലോഡ് വന്ന് വീഴുമ്പോൾ ബ്രിഡ്ജ് വിൽ ഡിഫ്ലക്ട്. ഓക്കെ, സോ ബ്രിഡ്ജ് എന്ത് ചെയ്യും? ബ്രിഡ്ജ് ഇങ്ങനെ വളഞ്ഞു പോകും. മനസ്സിലായോ? സോ ബ്രിഡ്ജ് എന്ത് ചെയ്യും? വളഞ്ഞു പോകും. സോ അങ്ങനെ ബ്രിഡ്ജ് വളഞ്ഞു പോകാൻ പാടില്ല. സോ അങ്ങനെ ബ്രിഡ്ജ് വളഞ്ഞു പോയാൽ ആ വളഞ്ഞു പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻസ് ആർ യൂസ്ഡ്. എന്താണ്? ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻസ് ആർ യൂസ്ഡ്. ഓക്കെ, സോ ബ്രിഡ്ജിന്റെ ഡിഫ്ലക്ഷൻ കുറയ്ക്കാൻ ഡെപ്ത് കൂട്ടി. സോ ഡെപ്ത് കൂട്ടുമ്പോൾ ഡെപ്ത് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഇത് വളയും. അങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. വളയാതിരിക്കാൻ നമുക്ക് എന്ത് കൂട്ടാം? ഏത് ടൈപ്പ് ഷേപ്പ് ഉപയോഗിക്കാം? ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻസ് ക്യാൻ ബി യൂസ്ഡ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന തിയറി. നമുക്ക് ഇതിനകത്തുള്ള 2-3 പ്രോബ്ലംസ് കൂടെ നോക്കാം. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ബ്രാസ്. ഓക്കെ, 2 വയർ, സെയിം ലെങ്ത്, സെയിം ഏരിയ. ഒന്ന് സ്റ്റീല്, മറ്റൊന്ന് ബ്രാസ്. സസ്പെൻഡഡ് ഫ്രം ദ റൂഫ്. അപ്പോൾ നമുക്കിവിടെ വരച്ച് നോക്കാം. ഇതാ ഇങ്ങനെ ഒരു റൂഫ്, ഒന്നിൽ സ്റ്റീല്, ഒന്നിൽ ബ്രാസ്. രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്, ഏരിയയും സെയിം ആണ്. If you want to lower, okay, so if you want to lower the ends of the wire to be at the same level എന്നാണ് പറയുന്നത്. If you want to lower the ends of the wire at the same level, if you want to lower the ends of the wire to be same level. അപ്പോൾ ഈ വയറിൻ്റെ നീളം ഒരേ ലെവലിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ലെങ്ത് സെയിം ആണെന്നാണ്. ഫൈനൽ ലെങ്ത് സെയിം ആണ്, ഇനിഷ്യൽ ലെങ്ത് സെയിം ആണ്. അപ്പോൾ സ്ട്രെയിൻ ഇവിടെ എന്താണ്? സെയിം ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഇവിടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം വെയിറ്റ് നമ്മൾ ഈ 2 വയറിലും കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമാത്രം വെയിറ്റ് നമ്മൾ ഈ 2 വയറിലും കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വെയിറ്റ് നമ്മൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ റേഷ്യോസ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ എൽ എസ് ബൈ ഡെൽറ്റ എൽ ബി ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. കാര്യം 2ൻ്റെ റേഷ്യോ ഇവിടെ സെയിം ആണ്. കാര്യം സെയിം ലെങ്ത്, ഫൈനൽ ലെങ്ത്തും സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് സോ ഡെൽറ്റ എൽ ഇസ് സെയിം. പിന്നെ ഡെൽറ്റ എല്ലിൻ്റെ ഫോർമുല എന്താണ്? എഫ് എൽ ബൈ എ വൈ. സോ വിച്ച് മീൻസ് ഡെൽറ്റ എൽ എസ് ബൈ ഡെൽറ്റ എൽ ബി എന്ന് പറയുന്ന സാധനം 1 ആണെന്ന് നമുക്കറിയാം. സോ ഡെൽറ്റ എൽ എസ് ബൈ ഇസ് 1 എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബി. സോ FS LS divided by ASYS is equal to FB LB divided by AYYB എന്ന് നമുക്ക് പറയാം. AYYB എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇനി ഇതിനകത്ത് LSഉം LBയും ഏരിയയും സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. FS by FB is equal to YS by YB. FS by FB is equal to YS by YB. In Young's modulus of steel is twice that of brass. അപ്പോൾ YB X ആണെങ്കിൽ ഇത് 2X ആണ് അല്ലേ? Young's modulus of brassന്റെ twice ആണ്. അപ്പോൾ what is FS by FB? FS by FB is 2:1. അതാണ് FS ആണ് weight. So WS by WB is equal to 2/1. So answer is 2:1. Answer is 2:1. Okay, so നമ്മൾ first question നമ്മൾ solve ചെയ്തു. So next question. So next questionലേക്ക് നമുക്ക് നോക്കാം. കോപ്പർ ഓഫ് ഫിക്സഡ് വോളിയം വി. കോപ്പർ അതിൻ്റെ വോളിയം വി ആണ്. അത് ഡ്രോൺ ഇൻറ്റു വയർ ഓഫ് ലെങ്ത് എൽ, ഒരു വയറാക്കി മാറ്റി. വെൻ ദിസ് വയർ ഈസ് സബ്ജക്റ്റഡ് ടു കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ്. ഓക്കെ, എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വയർ ഇസ് ഡെൽറ്റ എൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ?
അപ്പോൾ അതിൻ്റെ വയറിൻ്റെ വോളിയം വി അത് ഫിക്സ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഡ്രോൺ ഇൻ ടു വയർ ഓഫ് ലെങ്ത് എൽ ആണെന്ന് പറയുന്നുണ്ട്. എഫ് ആണ് ഫോഴ്സും എക്സ്റ്റൻഷൻ ഡെൽറ്റ എൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു ഇക്വേഷൻ എഴുതി നോക്കാം അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ജനറലി അറിയാവുന്ന ഇക്വേഷൻ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് എൽ ബൈ എ വൈ ആണ്. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എഫ് എൽ ബൈ എ വൈ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഓക്കെ എഫ് ഡിവൈഡഡ് ബൈ എ ബൈ എൽ ഇൻറ്റു വൈ. മോളിൽ നമ്മൾ എല്ലിനെ താഴോട്ട് ഇറക്കി, ആ എല്ല് തന്നെ ഉള്ള മോളിൽ പോകും. ഓക്കെ, സോ എ ബൈ എൽ ഇൻറ്റു വൈ എന്ന് എഴുതി. പക്ഷെ നമുക്കറിയാം വോളിയം ഇസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഏരിയ ഇൻറ്റു ലെങ്ത് ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയ ഇൻറ്റു ലെങ്ത് ഈസ് എ കോൺസ്റ്റന്റ്. ആ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എ ബൈ എൽ എന്ന് എഴുതി. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, വോളിയം ഇസ് ഈക്വൽ ഏരിയ ബൈ എൽ. അപ്പോൾ എ എന്താണ്, എ എന്ന് പറഞ്ഞാൽ വി ബൈ എൽ ആണ്. എ എന്താണ്, വി ബൈ എൽ ആണ്. സോ വോളിയം ഇസ് ഈക്വൽ ഏരിയ ഇൻറ്റു ലെങ്ത്. സോ ഏരിയ ഇസ് ഈക്വൽ എന്താണ്, വി ബൈ എൽ ആണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു വി ബൈ എൽ. അപ്പോൾ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് എൽ ബൈ ഏരിയയ്ക്ക് പകരം വി ബൈ എൽ ഇൻറ്റു വൈ. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഈ വൈ മോളിൽ പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നു, എഫ് എൽ സ്ക്വയർ, എല്ല് മോളിൽ പോയി, എഫ് എൽ സ്ക്വയർ ബൈ വി ഇൻറ്റു വൈ എന്ന് വന്നു. എഫ് എൽ സ്ക്വയർ ബൈ വി ഇൻറ്റു വൈ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മൾ ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്കിവിടെ എഫ് ഈസ് എ കോൺസ്റ്റന്റ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എഫ് കോൺസ്റ്റന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണ്, എക്സ്മോൾസും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ വി വൈ ഇൻറ്റു എൽ സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൽ സ്ക്വയർ. So which means delta L proportional to L square. So delta L proportional to L square. So answer is option B. Answer is option B, which is a straight line. Y proportional to X. Y is equal to mx. So answer is a straight line. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 വയർ എയും ബിയും, മെറ്റീരിയൽ സെയിം, അപ്പോൾ യങ്സ് മോഡുലസ് സെയിം, ലെങ്തിന്റെ റേഷ്യോ 1:2, ഡയമീറ്ററിന്റെ റേഷ്യോ 2:1. ഈ ഡയമീറ്ററിന്റെ റേഷ്യോ 2:1 എന്ന് പറയുമ്പോൾ ഏരിയയുടെ റേഷ്യോ 4:1 ആണെന്ന് മനസ്സിലാക്കണം. കാര്യം എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഡയമീറ്റർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റേഡിയസ് വരുന്നത്. അപ്പോൾ ഡയമീറ്ററിന്റെ റേഷ്യോ 2:1 ആണെങ്കിൽ റേഡിയസിന്റെ റേഷ്യോ 2:1 ആണ്, ഏരിയയുടെ റേഷ്യോ 4:1 ആണ്. ഇഫ് ദേ ആർ പുൾഡ് ബൈ സെയിം ഫോഴ്സ്, find the increase in the length will be ആണ് ചോദിച്ചിരിക്കുന്നത്. So we have to find the ratios of length അല്ലെ, increase in length. അപ്പോൾ നമുക്ക് നോക്കാം. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എന്താ ഫോർമുല, എഫ് എൽ ബൈ എ വൈ. സോ ഡെൽറ്റ എൽ വൺ ബൈ ഡെൽറ്റ എൽ ടു ഇസ് ഈക്വൽ ടു എഫ് വൺ ബൈ എഫ് ടു ഇൻറ്റു എൽ വൺ ബൈ എൽ ടു ഇൻറ്റു എ ടു ബൈ എ വൺ ഇൻറ്റു വൈ ടു ബൈ വൈ വൺ എന്ന് എഴുതാം. ഇനി അവരുടെ ലെങ്തിന്റെ റേഷ്യോ 1:2 പറയുന്നുണ്ട്. ഫോഴ്സിന്റെ റേഷ്യോ സെയിം ആണ്. സോ ഫോഴ്സ് എഫ് വൺ 1:2, എഫ് വൺ ബൈ എഫ് ടു 1 എന്ന് കൊടുത്തു. ലെങ്തിന്റെ റേഷ്യോ 1/2 ആണ്. ഇനി ഏരിയയുടെ റേഷ്യോ 4:1 ആണ്, പക്ഷേ A2 ബൈ A1 ആണ്. സോ ഇറ്റ് ഈസ് 1:4. മെറ്റീരിയൽ സെയിം ആയ ലെങ്സ് മോഡുലസ് 1 ആണ്. സോ ആൻസർ ഈസ് 1/8. സോ ആൻസർ ഈസ് 1/8. അപ്പോൾ ആൻസർ നിങ്ങൾ നോക്കുക, ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് 1:8. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഇതിനകത്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണൊക്കെ വരുന്നത് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബൾക്സ് മോഡുലസിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം ഇവിടെ. ബൾക്സ് മോഡുലസ് ഓഫ് എ സ്പെറിക്കൽ ഒബ്ജക്റ്റ്. ഒരു സ്പെറിക്കൽ ഒബ്ജക്റ്റിന്റെ ബൾക്സ് മോഡുലസ് ബി ആണെന്ന് പറയുന്നുണ്ട്, പ്രഷർ പി ആണെന്ന് പറയുന്നുണ്ട്, ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കാം. അത് നമുക്ക് അറിയാവുന്ന ഫോർമുല എഴുതാം അല്ലേ. ബൾക്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ പറയുന്നത്, പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി. സ്പിയർ ആണ് അല്ലേ. സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4/3 പൈ ആർ ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ വി പ്രപ്പോർഷണൽ ടു എന്താണ്, ആർ ക്യൂബ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ വി ബൈ വി, 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. എററാണ്. നമ്മൾ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഞാൻ ഡെറിവേഷനിൽ ഏരിയ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ നമുക്ക്
ബൾക്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു പി ബൈ 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ. ഫ്രാക്ഷണൽ ഡിക്രീസ് ഇൻ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് പി ബൈ 3b. ഡെൽറ്റ ആർ ബൈ ആർ ആണ് ചോദിക്കുന്നത്. സോ ആൻസർ ഈസ് പി ബൈ 3b. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ വിത്ത് യങ്സ് മോഡുലസ് y subjected to stretching stress S, subjected to stretching stress S, ഇലാസ്റ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതായത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ അതിൻ്റെ യങ്സ് മോഡുലസ് S ആണ്. അതിനെ നമ്മൾ വിത്ത് ഒരു സ്ട്രെച്ചിങ് സ്ട്രെസ് S എന്ന് പറഞ്ഞ ഒരു സ്ട്രെസ് കൊടുത്തു. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി പെർ യൂണിറ്റ് വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി ഞാൻ ആദ്യം പഠിപ്പിക്കാം. ഇവിടെ നോക്കാം. എൻ്റെ തിയറി നമ്മളിവിടെ പറയാണ്. വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയർ, വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയർ ഈസ് സ്റ്റോർഡ് ഇൻ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. വർക്ക് ഡൺ ടു സ്ട്രെച്ച് എ വയർ is stored in the form of potential energy ആണ്. ഓക്കെ, work done to stretch a wire is stored in the form of potential energy. അപ്പോൾ ഇവിടെ നോക്കുക. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഉണ്ടാവുന്ന എക്സ്റ്റൻഷനും ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഏരിയ എടുക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഏരിയ വരുമ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണ്? ഏരിയ അണ്ടർ ഫോഴ്സ് എലോങ്ങേഷൻ ഗ്രാഫ് ഈസ് വർക്ക് ഡൺ. നമുക്കറിയാം എഫ് എക്സ് ഗ്രാഫിൻ്റെ ഏരിയ വർക്കാണ്. സോ വർക്ക് ഇസ് ഈക്വൽ ടു ദിസ് ഈസ് ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. സോ വാട്ട് ഈസ് വർക്ക് ഡൺ? ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. സോ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. മറക്കണ്ട. അപ്പോൾ നമ്മൾ എനർജിയുടെ ഇക്വേഷൻ വരെ നമ്മൾ പഠിച്ചു. ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. സോ എനർജിയുടെ ഇക്വേഷൻ കിട്ടി ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. നമുക്ക് നോക്കാം. സോ വർക്ക് ഡൺ തന്നെയാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്താണ് ഫോർമുല? ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനെ ഈ ഇക്വേഷനിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക. ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ ആണ് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ, ഈ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ എന്ന ഇക്വേഷനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കണം. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും രൂപത്തിലേക്ക് നമുക്കവനെ മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വർക്ക് അറിയാം അല്ലേ? ഈ വർക്കാണെങ്കിൽ വർക്ക് ഡിവൈഡ് ബൈ വോളിയം നമുക്ക് കണ്ടുപിടിക്കും. വർക്ക് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ഇത് കണ്ടോ, ദിസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ, ദിസ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. So what is force by area? Stress. What is delta L by L? Strain. So work done by unit volume. Work done by unit volume in the equation എന്താണ്? Half into stress into strain. Energy per unit volume in the equation half into stress into strain. Now what is Young's modulus? Young's modulus is stress by strain. Young's modulus is stress by strain. അല്ലേ? Young's modulus എന്ന് പറഞ്ഞാൽ stress by strain ആണ്. അപ്പോൾ strain എന്താണ്? സ്ട്രെയിൻ എന്താണ്? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്. സ്ട്രെയിൻ എന്താണ്? സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. സോ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ബൈ യങ്സ് മോഡുലസ്. സോ ആൻസർ ഈസ് സിഗ്മ സ്ക്വയർ ബൈ 2y. സോ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ബൈ 2y. സിഗ്മ സ്ട്രെസ് ആണ്. അപ്പോൾ ഇവിടെ സ്ട്രെസ് ആരാണ്? എസ് ആണ്. സോ ആൻസർ ഈസ് എസ് സ്ക്വയർ ബൈ 2y. സോ ആൻസർ ഈസ് എസ് സ്ക്വയർ ബൈ 2y. ഓപ്ഷൻ സി ആണ്. ഇനി വേറൊരു രീതിയിൽ കൂടെ നിങ്ങൾക്ക് മാറ്റി എഴുതാം. ഇവിടെ നോക്കുക.
വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ? സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് യങ്സ് മോഡുലസ്. വാട്ട് ഈസ് സ്ട്രെസ്? y ഇൻറ്റു ഇ. സോ y ഇൻറ്റു ഇ ഇൻറ്റു ഇ. സോ ആൻസർ ഈസ് എന്താണ്? ഇ സ്ക്വയർ വൈ ബൈ 2 അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ വൈ ബൈ 2. ദിസ് ഇസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയത്തിന് ഒരു പേരുണ്ട്. ഈ പേരാണ് റെസീലിയൻസ്. വർക്ക് ഡൺ ബൈ യൂണിറ്റ് വോളിയത്തിന്റെ പേര് റെസീലിയൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്രയും ഫോർമുലകളും ഇത്രയും കൺസെപ്റ്റുകളും മതി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.